ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 9 ശ്ലോകം 4. തദ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമഭിനൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതീ സമാധിബലമാതദേ ഭവതനുഗ്രഹൈകാഗ്രഹീ. സാരാംശം: ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര പ്രളയം, വെള്ളമൊഴിച്ചൊന്നുമില്ല. അതിലൊരു അസാധാരണ വലിപ്പത്തിലുള്ള താമരപ്പൂവ് നല്ലവണ്ണം വിരിഞ്ഞു നിൽക്കുന്നു. ബ്രഹ്മദേവൻ ഏകനായി ആരോരും ആശ്രയമില്ലാതെ ആ താമരപ്പൂവിൽ ഉപവിഷ്ടനായിരിക്കുന്നു. സ്വാഭാവികമായും എല്ലാവർക്കും വരാവുന്ന ഉത്കണ്ഠയും ചിന്തയും അദ്ദേഹത്തെയും ബാധിച്ചു. തൻ്റെ തപശക്തിയാൽ ആ താമരപ്പൂവിൻ്റെ ആശ്രയകേന്ദ്രം കണ്ടെത്താനായി ബ്രഹ്മദേവൻ താമരത്തണ്ടിൻ്റെ സുഷിരത്തിലൂടെ താഴേക്ക് പോയിട്ടന്വേഷിച്ചു. ഫലമുണ്ടായില്ല. പിന്നീട് ബ്രഹ്മദേവൻ്റെ താമരത്തണ്ടിൻ്റെ ഓരോ സുഷിരങ്ങൾ വഴിയും നല്ലവണ്ണം സൂക്ഷ്മമായി പരിശോധിച്ചു. ഈ പരിശോധന വർഷങ്ങളോളം എടുത്തു. 100ഓളം വർഷങ്ങൾ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. എന്നിട്ടും താമരപ്പൂവിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്താൻ ബ്രഹ്മാവിന് സാധിച്ചില്ല. നിരാശനായി തിരിച്ചു വന്ന് താമരപ്പൂവിനുള്ളിൽ സുഖമായി തൻ്റെ സ്ഥാനത്തിരുന്നു. ആചമനാദികൾക്കും മറ്റും ശേഷം നിവർന്നിരുന്ന് ബുദ്ധിയെ ഏകാഗ്രമാക്കി ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിയിൽ മുഴുകി. ഭക്തവത്സലനായ ഭഗവാനെ പുറമേ അന്വേഷിച്ചതുകൊണ്ട് കാണുവാൻ പറ്റില്ല. അതാണ് ഇവിടെ ബ്രഹ്മദേവൻ താമരത്തണ്ടിനുള്ളിലൂടെ അന്വേഷിച്ചു നോക്കിയത്. ഭഗവാൻ ഓരോരുത്തരിലും അവരവരുടെ ഉള്ളിൽ അന്തര്യാമിയായി പരിലസിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ കാണണമെങ്കിൽ ബുദ്ധിയെ ഏകാഗ്രമാക്കി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ കാണാവുന്നതേയുള്ളൂ. ഈ പ്രയത്നത്തെയാണ് സമാധി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.